ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഈ ആഴ്ചക്കാലം, ഈ തിങ്കളാഴ്ച നമുക്കൊരുമിച്ച് ദൈവസന്നിധി പ്രഭാതത്തിൽ ചേർന്ന് വരുവാൻ ഇടയാക്കിയതേക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 12-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 3 മുതൽ 8-ാം വാക്യം വരെ നമുക്ക് ചിന്തിക്കാനായിട്ട് ദൈവം ഇടയാക്കി. പൗലോസ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞതിന് ശേഷം ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കേണ്ടതിന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു. എനിക്ക് ലഭിച്ച കൃപയാൽ പലപ്പോഴും ഈ ദൈവവചനത്തിൻ്റെ ഒരു 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 നന്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു നല്ല പുസ്തകം വായിക്കുക, ക്രിസ്തീയ ജീവിതം ഇങ്ങനെ വേണം, നമ്മുടെ തെറ്റുകളൊക്കെ ഇന്നതായിരുന്നു. അപ്പം നമുക്ക് പണ്ട് ആർക്കിമിഡീസിന് തോന്നിയ പോലെ യുറേക്കാന്ന് തോന്നും. ഇപ്പോഴെനിക്ക് മനസ്സിലായത്, ഇത്രയും ദിവസം എനിക്ക് മനസ്സിലാകാതെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ആശയങ്ങൾ നമ്മുടെ ബുദ്ധിയെ വളരെ സന്തോഷിപ്പിച്ചു. എന്നാൽ ബുദ്ധിയെ സന്തോഷിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് അസ്യൂം ചെയ്യുകയാണ്, ബുദ്ധിയെ സന്തോഷിപ്പിച്ച് ഈ ആശയ തലത്തിലേക്ക് പ്രായോഗികമായിട്ട് നമ്മൾ വന്നു കഴിഞ്ഞു എന്ന് നമ്മളങ്ങ് അറിയാതെ ചിന്തിച്ചു പോകും. പലപ്പോഴും പല പുസ്തകങ്ങളും വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. പലപ്പോഴും എൻ്റെ ജീവിതത്തിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. പല ആഴമേറിയ പുസ്തകങ്ങൾ വായിക്കുമ്പം ഈ ആശയങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പം ആ ഒരു പ്രായോഗിക തലത്തിലേക്ക് ഞാനും എത്തിച്ചേർന്നു എന്നുള്ളൊരു ചിന്ത പെട്ടെന്നുണ്ടാകുകയും ഈ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരുന്ന ഒരു അനുഭവം അപ്പോഴെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കൊരിന്ത്യർക്ക് എഴുതുന്ന ലേഖനത്തെ വായിക്കുന്നു, സ്നേഹം ആത്മീയവർദ്ധന വരുത്തുന്നു, അറിവോ ചീർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പല സംഗതികളും അറിവായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് കയറുകയും അത് അറിവായിട്ടിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമെന്ന് പറയുന്നത് അത് നമ്മളെ അങ്ങ് വളരെ മാനസികമായിട്ട് സന്തോഷിപ്പിക്കും. ആത്മീയമായിട്ടും ഏതുവരെയെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. എന്നാൽ പ്രായോഗിക തലത്തോട് അടുത്ത് വരുമ്പോഴത്തേക്ക് ഇത് വളരെ പ്രയോജനമില്ലാത്തതാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്, ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുന്നതിൻ്റെയും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നതിൻ്റെയും വെളിച്ചത്തിലാണ് നമുക്ക് ഈ പറയുന്ന 3-ാം വാക്യം മുതൽ ഉള്ള കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയുന്നത്. ഒരു തിയറി മനസ്സിൽ വെച്ച് ഇങ്ങനെയാണ് സംഭവം എന്ന് പറയാനായിട്ട് എല്ലാവർക്കും കഴിയും. എന്നാൽ അതിൽ ഒരു കച്ചിത്തുരുമ്പിൻ്റെ പോലെ അപ്രധാനമായ ഒരു കാര്യം പോലും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്തുമാത്രം രൂപാന്തരം ഉണ്ടായി, എന്തുമാത്രം വ്യത്യാസം ഉണ്ടായി എന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം തിയറിറ്റിക്കലായിട്ട് പഠിച്ചെന്ന് വെച്ച് മാത്രം അത് ചെയ്തു എന്നുള്ള അർത്ഥമില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ പഠിക്കുന്ന മിക്ക സയൻസ് സബ്ജക്റ്റുകൾക്കും ലാബ് അല്ലെങ്കിൽ ക്ലിനിക്സ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളുണ്ട്. കാരണം പിന്നെ എത്രയോ ഡോക്ടർമാർക്ക് ഇന്ന് മരുന്നിൻ്റെ ഡോസ് ഏതാ, അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ഇടേണ്ടി എങ്ങനെയാണെന്ന് പോലും അറിയാത്ത ഡോക്ടർമാരുണ്ട്. അതുപോലെ എഞ്ചിനീയർമാരുണ്ട്. ഒരു സ്പാനറിൻ്റെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ അതറിയാത്ത എഞ്ചിനീയർമാരുണ്ട്. അപ്പം ഇതുപോലൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആയിത്തീർന്നതിൻ്റെ കാരണം തിയറിയിൽ അവരൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാൽ പ്രായോഗികമായിട്ട് പലതും ചെയ്ത് പഠിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതേ നിലയിൽ തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിലും നമ്മൾ ആയിത്തീരുന്നത്. റോമാലേഖനം 12-ാം അധ്യായം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നിത്യ യുഗങ്ങളിലുള്ള ദൈവീക പദ്ധതിയും ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ചിന്തിച്ച എല്ലാ കാര്യങ്ങളും പലതും അതിൻ്റെ തിയോളജി നമ്മൾ മനസ്സിലാക്കി നമ്മളെ തന്നെ സമർപ്പിച്ച് നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. അർത്ഥം ഞാൻ അവിടെ മനസ്സിലാക്കുന്നത്, പ്രായോഗികമായിട്ട് ഞാനിങ്ങനെ ഇവിടെ ഒന്നും എത്തിയിട്ടില്ല, എൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞ് പ്രായോഗിക കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ തിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എന്തുമാത്രം ആയിത്തീർന്നു എന്നുള്ളത് മനസ്സിലാക്കാനിടയായി തീർന്നിട്ടുള്ളൂ. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഞാനിതൊക്കെ പലരും പ്രസംഗിച്ച് നടക്കുന്ന ഇപ്പോഴും ഞാൻ ഓർക്കുന്നുള്ളൂ, ഒരു സ്ഥലത്ത് ബൈബിൾ സ്റ്റഡിയൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന ഒരു ദിവസം രാവിലെ നിൽക്കുക. അപ്പോൾ കുറേ നേരം നിന്നിട്ടും ഒരു ഓട്ടോറിക്ഷയൊന്നും കിട്ടിയില്ല. അപ്പോൾ പെട്ടെന്ന് ദൂരത്തുനിന്ന് ഒരു ഓട്ടോറിക്ഷ വന്നു. ഞാനത് കൈ കാണിച്ച് നിർത്തി. എൻ്റെ അടുത്ത് വന്നത് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് അല്ല, സിവിൽ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ചില ഉദ്യോഗസ്ഥർക്ക് അതിൽ കയറി പോകണം. അവരെന്നെ തള്ളി മാറ്റിയതിന് ശേഷം, ഞാൻ നിർത്തിയ ഓട്ടോറിക്ഷയെ തള്ളി മാറ്റിയതിന് ശേഷം
എന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് എന്നിട്ട് പറഞ്ഞു, നീ വേറെ ഇത് പിടിച്ച് വന്നോ, ഞങ്ങളിതിൽ പോവുക എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ ധാർമ്മികരോഷം വന്നതിന്, ധാർമ്മികരോഷത്തിൻ്റെ ആൾക്കാരാണല്ലോ നമ്മളൊക്കെ. ഞാൻ അങ്ങോട്ടൊന്നും അന്യായം കാണിച്ചില്ല, എന്നാൽ തിരിച്ച് എന്നോട് ഇങ്ങോട്ട് അന്യായം കാണിച്ചു. ഞാൻ വിളിച്ച് നിർത്തിയ ഓട്ടോറിക്ഷയിൽ നിന്ന് എന്നെ തള്ളി മാറ്റിയതിന് ശേഷം അവര് അതിൽ കയറിയിരുന്നു. എനിക്ക് എൻ്റെ പെട്ടെന്ന് ഞാനങ്ങ് പ്രതികരിച്ചു. എന്നിട്ട് അവരോട് അവർ പറഞ്ഞതിനൊക്കെ ടിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരിത്തിരി കഴിഞ്ഞപ്പോഴേ എനിക്ക് എൻ്റെ തലയിൽ ഓർമ്മ വന്നു, അല്ല ഇന്നലെ പോയി രാത്രിയിൽ ബൈബിൾ സ്റ്റഡിയൊക്കെ പഠിപ്പിച്ചിട്ട് വന്ന ദൈവദാസനല്ലേ ഇത്? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പ്രകോപിപ്പിക്കപ്പെടാവോ? ഞാനിങ്ങനെ പറയാവോ? ഞാൻ അവിടുന്ന് ഇറങ്ങി, ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് കുറച്ച് നേരം ഞാൻ അങ്ങ് ആലോചിച്ചു പോയി, എൻ്റെ ദൈവമേ ഞാൻ ആരാ? അപ്പം ഈ പറയുന്ന തലത്തിലൊന്നും എത്തിയില്ല ഇതുവരെ. പിശാചിനോട് പോരാടുന്നു, മറ്റുള്ളവരോട് വളരെ താഴ്മയോടെ പെരുമാറണം, സഹിക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറയുന്ന ഇതേ ഞാനാണോ ഈ നിന്നുകൊണ്ട് പ്രതികരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വളരെ വിഷമവും, എനിക്ക് അത് നിമിത്തം എന്നോട് തന്നെ വളരെ വെറുപ്പും ലജ്ജയും ഒക്കെ ഉണ്ടായ അനുഭവം ഉണ്ടായത് ഞാൻ ഓർക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, പലപ്പോഴും നമ്മൾ പുറത്തൊന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രകടിപ്പിക്കാറില്ല. എന്നാൽ കുടുംബത്തിൻ്റെ ഉള്ളിൽ പലപ്പോഴും നമ്മളോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന വ്യക്തികൾക്കറിയാം നമ്മുടെ ടെമ്പറമെൻ്റ് എന്താ, നമ്മുടെ പ്രതികരണം എങ്ങനെയാ, നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ അസ്വസ്ഥരാകുന്നത് എങ്ങനെയാ, ഈ പറയുന്ന പ്രത്യാശയും ഈ സ്നേഹവും ഒക്കെ, ഈ പറയുന്ന രൂപാന്തരപ്പെട്ട സ്വഭാവവും ഒക്കെ കാണിക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും കൂട്ടായ്മകളിലും മറ്റുള്ളവർ വരുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ ഇത് കാണിക്കാൻ വളരെ വിശ്വസ്തരാ, അല്ലെങ്കിൽ വലിയ മിടുക്കരാ. ബ്രദറെ ഇരുന്നാട്ടെ, വെള്ളം വല്ല കുടിച്ചോ ബ്രദറെ, ബ്രദറെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് അവിടുത്തെ ഒരു സഹോദരി പറഞ്ഞു, നിന്റെ ഈ ബ്രദർ വിളി ഒന്ന് നിർത്താവോ എന്ന് ചോദിച്ചു. എനിക്ക് ഇൻഫോർമൽ, ഇങ്ങനെയുള്ള ഈ ഫോർമൽ ടോക്ക് എനിക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. ബി റിയൽ, ശരിയായിട്ടുള്ള നിലയിൽ നീ സംസാരിക്കും, മുഖം മൂടിയിട്ട് സംസാരിക്കാതെ എന്ന് എന്നോട് പറഞ്ഞത് എനിക്കൊരു ഒരു ഇടി വെട്ടിയ പോലെ ഒരു അനുഭവമായിട്ട് തീർന്നു. കാരണം ഈ പല സാഹചര്യങ്ങളും നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ പെരുമാറിയാലാണ് എന്നെ ഒരു വിശ്വാസി എന്ന് ധരിക്കുന്നത് എന്ന് വിചാരിച്ചുള്ള മുഖം മൂടി ഇട്ടിട്ടുള്ള പെരുമാറ്റങ്ങളാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുന്നതുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളിലുള്ള റിയൽ പേഴ്സണാലിറ്റി അത് പല പ്രത്യേക ചില സാഹചര്യങ്ങളിൽ മാത്രമേ ആമ തോടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിടുന്നത് പോലെ പുറത്തിടത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ റിയാലിറ്റിയെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ നമ്മളിപ്പം മറ്റുള്ളവരെയൊക്കെ അനുകരിച്ച് വാ ബ്രദറെ, ഇരിക്കു ബ്രദറെ, എന്തുണ്ട് ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് പോകാനൊക്കെ വളരെ മിടുക്കരാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അതല്ല അതിൻ്റെ ശരിയായിട്ടുള്ള വശമെന്നുള്ളതും, ഇന്നും രൂപാന്തരപ്പെടാത്ത പല ഭാവങ്ങളും ചിന്തകളും അനുഭവങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നും, അത് ദൈവസന്നിധിയിൽ ഒരു രൂപാന്തരത്തിന് വേണ്ടി വീണ്ടും യാഗപീഠത്തിന്മേൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം എന്നുള്ളതും ഒരു റിയാലിറ്റി ആയി നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെ പറഞ്ഞേക്കുന്ന ചില ഭാഗങ്ങൾ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ, എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എൻ്റെ പനിയും കൊറോണയും ഒക്കെ ഇച്ചിരി കുറഞ്ഞു, എന്നാൽ തന്നെ ശരീരത്തിൻ്റെ ക്ഷീണം കൂടി, കുറേ നേരം ഇങ്ങനെ എഴുന്നേറ്റിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പലപ്പോഴും കിടന്നുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ശരീരത്തിന് ഒത്തിരി അസ്വസ്ഥതയുണ്ട്. എന്നാൽ തന്നെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക്. അപ്പം ഇപ്പം ഈ പറഞ്ഞതിനുള്ള ബന്ധത്തിലും നമുക്കറിയാം, സംഗതി പുറമേയൊക്കെ വളരെ നല്ല അഭിനയങ്ങളാണ്, എന്നാൽ അണ്ടിയോട് അടുക്കുമ്പം മാങ്ങാടെ പുളി അറിയാമെന്ന് പറയുന്നത് പോലെ നമ്മുടെ സ്നേഹവും നമ്മുടെ ഈ പ്രകടനങ്ങളുടെയും റിയാലിറ്റി എന്താന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അത് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ബ്രദറെ എന്നൊക്കെ വിളിക്കും, എന്നാൽ അവിടെ ചില വേർകൃത്യങ്ങളും ചില ഉച്ച നീചത്വങ്ങളും ഒക്കെ നമ്മൾ കാണിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ മറ്റ് ചില സ്ഥലങ്ങളിൽ വാക്കുകൊണ്ടും പ്രകടനം കൊണ്ടുമല്ല, യഥാർത്ഥ പ്രവൃത്തിയിൽ തന്നെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ പണ്ട് ഒത്തിരി ടച്ച് ചെയ്തിട്ടുള്ള ഒരു വാക്ക് ഞാൻ എൻ്റെ ബൈബിളിൻ്റെ ഫ്രണ്ടിൽ പണ്ടേ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ കൊടുപ്പും സ്നേഹം കൊണ്ട് കൊടുക്കുന്നതല്ല, എന്നാൽ കൊടുക്കാതെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയത്തില്ല എന്നുള്ളതായിരുന്നത്. എന്ന് വെച്ചാൽ കൊടുക്കുന്നതെല്ലാം സ്നേഹത്തിലാണ് കൊടുക്കുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല, എന്നാൽ കൊടുക്കാതെ ഒരിക്കലും സ്നേഹിക്കാൻ കഴിയത്തില്ല. കൊടുക്കാതെ എന്ന് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായ കൊടുപ്പല്ല, അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്.
നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഭാഗത്ത് അതിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഈ പരീശന്മാർ ചെയ്ത പോലെ ഖുർബാൻ എന്നുള്ള ചില പ്രിൻസിപ്പിൾസ് നമ്മളും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം നമ്മൾ എവിടൊക്കെയാണ് ഈ ഖുർബാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്നുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കൂട്ടായ്മകളിലും നമ്മൾ കടന്നു പോകുന്ന അവസ്ഥകളിലും ഒക്കെ പല റിയാലിറ്റീസും കണ്ട് അതിനോട് കണ്ണടച്ച് പോകാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കുന്നു? ആ സാധിക്കുന്നതിന്റെ കാരണം ചില ഖുർബാൻ എന്നുള്ള നിലയിലുള്ള ചില നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് പലപ്പോഴും ആവശ്യമുള്ളതിൻ്റെ നേരെ പ്രതികരിക്കാൻ കഴിയാതെ കണ്ണടച്ച് അത് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതല്ല, എനിക്കുള്ളതല്ല, അല്ലെങ്കിൽ ആ നിലയിൽ നമുക്ക് പോകാനായിട്ട് പലപ്പോഴും കഴിയുന്നത്. പിന്നെ ഇന്നൊരു യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ഇന്ന് ഫേസ്ബുക്ക് എടുത്ത് തുറന്നാലും വാട്സപ്പ് എടുത്ത് തുറന്നാലും ഇനിയിപ്പം സോഷ്യൽ മീഡിയയിൽ എവിടെ തുറന്നാലും ആവശ്യങ്ങളുമായി കൈനീട്ടി നിൽക്കുന്ന ഒരു വലിയൊരു കൂട്ടം ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്ക് പലപ്പോഴും ഈ സോഷ്യൽ മീഡിയ കൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷത്തിനേക്കാളും കൂടുതൽ ഈ നീഡുകൾ കാണുമ്പോൾ ഉള്ള ഭാരം നിമിത്തം കൂടുതൽ നോക്കാൻ കഴിയാത്ത ഒരു നില വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള റിക്വസ്റ്റുകളിൽ പലതും ഒരു മോസ്റ്റ് ഓഫ് ദം ഒരു ശരിയായിട്ടുള്ള റിക്വസ്റ്റുകളും അല്ല, പലതും തട്ടിപ്പും ഇതുമാണെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ തന്നെ നമ്മളിപ്പോൾ ഫേസ്ബുക്കും ഇതൊന്നും അന്വേഷിച്ചു പോകണ്ട, പാവങ്ങളെ കണ്ടുപിടിക്കാൻ വേണ്ടി ആഫ്രിക്കയിലോട്ടും പോകണ്ട. നമ്മുടെ ചുറ്റും നമുക്കറിയാവുന്ന നമ്മുടെ അയൽപക്കത്തും നമ്മുടെ ലൊക്കാലിറ്റിയിലും നമ്മുടെ സഭയിലും നമ്മുടെ കൂട്ടായ്മയിലും ഉള്ള ചില വിഷയങ്ങളെങ്കിലും നമുക്ക് മീനിങ് ഫുള്ളായിട്ടും നേരിടാൻ, അതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഭാഗത്താണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. നമുക്കറിയാം നമുക്ക് ഈ ചിരി പോലും ഒരു യാഥാർത്ഥ്യമുള്ള ചിരിയല്ല എന്നുള്ളത് അനുഭവിച്ച്, കാരണം നമ്മളിങ്ങനെ നോക്കി നിൽക്കും. അവൻ ചിരിക്കുന്നെങ്കിൽ തിരിച്ചു ചിരിക്കാം എന്ന് വിചാരിച്ച് അവൻ ചിരിച്ചില്ലെങ്കിൽ നേരെ അങ്ങ് പോവുക. അപ്പോൾ പലപ്പോഴും ഈ ക്രിസ്തുവിന്റെ ഒരു നിലവാരം വിട്ടിട്ട് ലോകമനുഷ്യന്റെ നിലവാരത്തിൽ നിന്ന് പോലും താണ് പോകുന്ന ഒരു നിലവാരമാണ് ഇന്ന് ദൈവമക്കളുടെ മധ്യത്തിലുള്ളത് എന്നുള്ളതും, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് ഇവിടെ പറയുമ്പോൾ വ്യാജമായ സ്നേഹം പോലും ഇന്ന് കാണാനില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യം. നമുക്കറിയാം, പണ്ടൊക്കെ കൂട്ടായ്മകൾ കഴിയുമ്പോഴത്തേക്ക് സഹോദരങ്ങൾക്ക് പരസ്പരം കാണാനും ഊഷ്മളതയോടെ ചില കാര്യങ്ങൾ പങ്കിടാനും ഒക്കെയുള്ള അവസരങ്ങളാണ്. ഉടനെ എങ്ങും പോകത്തില്ല, അവസാനം പറഞ്ഞു വിടേണ്ടി വരും. ബ്രദറെ ഇവിടെ നിന്ന് പോ, അല്ലെങ്കിൽ സിസ്റ്ററെ പോ, വീട്ടിൽ ചെന്ന് അവർ കാത്തിരിക്കുമെന്ന് പറഞ്ഞു വിടേണ്ട അവസ്ഥ മാറിയിട്ട് ഇന്ന് കൂട്ടായ്മകളൊക്കെ കഴിയേണ്ട താമസം അവിടെ ആൾക്കാരെ ഒന്നും പലരിടത്തും കാണത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആർക്കും ആരോടും പ്രത്യേകിച്ച് മീനിങ് ഫുൾ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ സ്നേഹപരമായിട്ടോ ഒന്നും മിണ്ടാനായിട്ടില്ല. കാരണം പലപ്പോഴും ഈ ആത്മീയ കാര്യങ്ങൾ തന്നെ നമ്മുടെ ചർച്ചയായിട്ട് തീരുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ ഈ ഇടയിൽ മൊബൈൽ ഫോണൊക്കെ ഇറങ്ങിയ ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് 4 ഉപദേശിമാർ കൂടിയാലും അവർ 4 പേരുടെയും മൊബൈൽ എടുത്തിട്ട് ആ ടീപ്പോയിലോട്ട് ഇടും. ഇതേതാ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസാണ്. ഞാൻ 1-2 സ്ഥലത്ത് വെച്ച് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ദൈവദാസന്മാരല്ലേ. പണ്ടൊക്കെ നമ്മൾ ചേർന്ന് വരുമ്പോൾ എന്തെങ്കിലും വചനമോ അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളോ പ്രാർത്ഥനയെ സംബന്ധിച്ച കാര്യങ്ങളോ ഒക്കെ അല്ലേ നമ്മൾ പറയുന്നത്. എന്നാൽ ഇപ്പം നമ്മൾ പറയുന്ന നമ്മുടെ ഡിസ്കഷൻ എന്താ? പ്രസംഗ സമയത്ത് പോലും കൂടുതൽ സ്പിരിച്വൽ ആകാതിരിക്കാനാണ് നോക്കുന്നത്. കൂടുതൽ എക്സ്ട്രീമിലേക്ക് കാര്യങ്ങൾ പറയരുത് ബ്രദറെ, അത് ബ്രദറിന്റെ പോപ്പുലാരിറ്റിയെ കളഞ്ഞുകളയും എന്ന് പറയുന്ന ഒരു നിലവാരത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം ആത്മീയ കാര്യങ്ങളും ആത്മീയമായിട്ടുള്ള നിലയിലുള്ള ഇതും ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാനും അത് ഒന്നും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് വേണം എന്ന് പരസ്പരം പ്രബോധിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംസ്കാരം തന്നെ നമ്മൾ പോയി. ഒരാള് ക്രിസ്തുവിന്റെ നിലവാരത്തിൽ കുറഞ്ഞ ഒരു കാര്യമാ ചെയ്യുന്നതെങ്കിൽ അവനെ ന്യായീകരിക്കാനായിട്ട് 10 പേര് അവിടെ കൂടും. ശരിയാ, അവരങ്ങനെ ചെയ്തില്ലേ, അവര് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞില്ലേ, അപ്പോഴല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്, അത് ന്യായമല്ലേ? അതേ ബ്രദർ പറഞ്ഞ ന്യായമാ, അതാണ് ന്യായം എന്ന് കേറ്റി പറയാനല്ലാതെ അല്ല ബ്രദറെ, രഹസ്യമായിട്ടെങ്കിലും അവനോട് പോയിട്ട് ബ്രദറാ പറഞ്ഞത് ശരിയായില്ല, ബ്രദറാ പറഞ്ഞത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നിരക്കുന്ന വർത്തമാനമല്ല പറഞ്ഞത്, സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക് അനുസാരമായിട്ടുള്ള ഒരു വർത്തമാനമല്ല പറഞ്ഞത്, നിന്റെ ഒരു ചെകിട്ടത്തടിക്കുന്നവന് മറ്റതും കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലവാരത്തിലല്ല പറഞ്ഞത്, നിന്നിലുള്ള പ്രത്യാശയെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് നീ ഉത്തരം കൊടുക്കണം എന്നുള്ള നിലവാരത്തിലല്ല ബ്രദറെ പറഞ്ഞത്. അവനോട് ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയ്ക്കാണ് ബ്രദർ പറഞ്ഞത്. അത് ശരിയല്ല. അത് സുവിശേഷത്തിന്റെ ആ അല്ലെങ്കിൽ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിലേക്ക് അത് എത്തുകയില്ല എന്ന് പറയാൻ പോലും പലപ്പോഴും നട്ടല് നമ്മൾ കാണിക്കാറില്ല എന്നുള്ളതൊരു സത്യം.
അപ്പൊ ഒറ്റപ്പെട്ടു പോയാലോ? എവിടെ ഒറ്റപ്പെടാൻ? ആരൊറ്റപ്പെടുത്താൻ? നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു മാതൃക എന്നുള്ള ഒരു മാതൃക അല്ലാതെ നമുക്ക് വേറൊരു മാതൃകയില്ല എന്നുള്ളത് സത്യമാണ്. ഈ സോഷ്യൽ മീഡിയയിലോ ഫേസ്ബുക്കിലോ വേറെ എവിടെങ്കിലുമോ ആരെങ്കിലും പറയുന്ന പ്രശസ്തരായ ചിലർ കാണിച്ചു വെക്കുന്നതോ അവർ പറയുന്നതോ അല്ല എൻ്റെ മാതൃക. എൻ്റെ മാതൃക ഈ ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ട കാര്യങ്ങളാണ് മാതൃക. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽച്ചുവട എൻ്റെ മാതൃക, അല്ലാതൊന്നും എനിക്ക് മാതൃകയല്ല. എന്നാൽ ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവരെല്ലാം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഐ നീഡ് കറക്ഷൻസ് ആൻഡ് ദേ ഓൾസോ നീഡ് കറക്ഷൻസ്. അവർക്കും വ്യത്യാസമുണ്ട്, അവർക്കും കറക്ഷൻ ആവശ്യമാണ്, എനിക്കും കറക്ഷൻ ആവശ്യമാണ്. അപ്പൊ ആ നിലയിൽ കാര്യങ്ങളെ ഒരു കറക്ഷൻ സ്വീകരിക്കാൻ കഴിയാത്ത ആരും ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പില്ല ക്രിസ്തുവിന്റെ അനുയായിയായിട്ട്. കറക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളാണ് അവനെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിൽ നിന്ന് വേർവിട്ടു പോയി എന്ന് മാത്രമേ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് പരസ്പരം പ്രബോധിപ്പിക്കുന്നതിൽ ദൈവത്തിന്റെ വചനം പറയുക, പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതെ ഇരിക്കേണ്ടതിന് ഇന്നെന്ന് പറയുന്നിടത്തോളം നാൾ അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ എന്നുള്ള വാക്ക്. എന്തിനാണ് നമ്മൾ സഹോദര സഹോദര എന്ന് വിളിക്കുന്നതിന്റെ കാര്യം? പലരുടെയും വിചാരം, ഓ കൂടുതൽ ഉപകാരം ചെയ്യുകയും വേണ്ട, മുഷിപ്പിക്കുകയും വേണ്ട. അത് ശരി, അത് നല്ല പരിപാടിയാണ്. കൂടുതൽ അങ്ങോട്ട് ആത്മീയ എന്താ പറയാനും പോകണ്ട. പിന്നെ അതുപോലെ തന്നെ കൂടുതൽ അങ്ങ് ഉപകാരം ചെയ്യാനും പോകണ്ട. ഒരു കൈയകലത്തിൽ അങ്ങ് നിന്നാ ഒരു പ്രശ്നവും ഇല്ലല്ലോ. നോക്കിയാട്ടെ. അപ്പം ഈ നിലയിൽ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അത് സ്നേഹത്തിലുള്ള ഒരു കാര്യമല്ലെന്നുള്ളതും, ഒരു വ്യക്തിയുമായിട്ട് അടുത്ത് കഴിയുമ്പോഴാണ് അവന്റെ ശരിക്കുള്ള ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ അവസ്ഥ നമുക്ക് മനസ്സിലാകുന്നെന്നുള്ളതും. പലരുടെയും നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ഓരോ പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുണ്ട്. ചിലർ സിംഹമായിട്ട്, ചിലർ കടുവയായിട്ട്, അതുപോലെ ചിലർ പല പല പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുണ്ട്. എന്നാൽ ഈ കടുവ പോലിരിക്കുന്ന ആൾക്കാരൊക്കെ ചിലർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ വളരെ നല്ല സഹോദരങ്ങൾ, അവർ കടുവയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത് എന്തിനാ അത് ഇട്ടേക്കുന്നതെന്ന് അറിയത്തില്ല. പണ്ട് ഞാനൊരു കടുവയുടെ പടം കണ്ടിട്ട് എൻ്റെ മൊബൈൽ ഫോണിന്റെ സ്ക്രീൻ സേവറായിട്ട് ആ പടം എടുത്തിട്ട് അന്ന് വൈകുന്നേരം വന്ന് വീട്ടിൽ ഏതാണ്ട് പറഞ്ഞ് ഭാര്യയോടൊന്ന് ചൂടായി. അപ്പോഴത്തേക്ക് പുള്ളിക്കാരി പറഞ്ഞ്, ഇപ്പോഴാ എനിക്ക് മനസ്സിലായത് നിങ്ങൾ ഈ കടുവയുടെ പടം ഇതിൻ്റെ ഉള്ളിൽ ഇട്ടത് ഈ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അതേ ദിവസം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഇത് ആരെയും തമാശ പറഞ്ഞതേ ഉള്ളൂ, ആരെയും ഇതാക്കി പറഞ്ഞതല്ല. നിങ്ങളെ എന്ത് പടം വേണേലും വെച്ചോ, എനിക്ക് അതിൽ വിഷയമുള്ള കാര്യമല്ല. എന്നാൽ നമ്മൾ അടുക്കും തോറും സ്നേഹത്തിൽ നമ്മൾ അടുക്കും തോറും പരസ്പരം കറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. കറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരു വ്യക്തിയെ വലിച്ചഴച്ച് തെരുവിലിട്ട് അസഭ്യം പറയുകയെന്നോ അല്ലെങ്കിൽ അവന്റെ കുറ്റങ്ങൾ 4 പേര് കേൾക്കാൻ വിളിച്ചു പറയുക എന്നുള്ളതോ അല്ല. ഉത്തരവാദിത്വമുള്ള ഒരു ആത്മീയ സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ആ സഹോദരനോട് ചെന്ന് കാര്യങ്ങൾ പറയാനും, അവന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബ്രദറെ ഇത് ശരിയല്ല എന്ന് പറയാനും, ഒരുപക്ഷെ ആത്മീയമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി സഹോദരങ്ങളെ തൽക്കാലത്തേക്കൊന്ന് വേദനിപ്പിക്കാനും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി വളരെ എക്സ്ട്രീമായിട്ട് ഞാൻ ഇടപെട്ടിട്ടുള്ള ചില സഹോദരങ്ങളുണ്ട്. എന്നാൽ ദൈവം അവരെ പിന്നത്തേതിൽ യഥാസ്ഥാനപ്പെടുത്തി കഴിഞ്ഞപ്പം എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒത്തിരി പേര് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ബ്രദർ ചെയ്ത് ശരിയല്ല, പറഞ്ഞ ശരിയല്ല, ആ പുള്ളിയോട് അങ്ങനെ പറയാവോ, പ്രാർത്ഥിച്ചാൽ പോരായിരുന്നു. ഞാൻ പറയേണ്ട കാര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? ഞാൻ എൻ്റെ സഹോദരനോട് പറയേണ്ട കാര്യം ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അതിനേക്കാൾ എത്ര എളുപ്പമാണ് ബ്രദറെ, എനിക്കിങ്ങനെ ബ്രദറിനെ കുറിച്ച് ഭാരം തോന്നുന്നു, എനിക്ക് ആത്മാർത്ഥമായിട്ട് ബ്രദറിന് ഈ ഒരു വ്യത്യാസം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്കത് ഫീൽ ചെയ്ത് ബ്രദറിനെ ദൈവം കൂടുതൽ ഉപയോഗിക്കട്ടെ എന്ന് ആ സഹോദരനോട് പോയി പറയുകയും, ഇല്ല സഹോദരൻ അതൊന്നും ശരിയല്ല എന്ന് പറയുന്നെങ്കിൽ തന്നെ ആ പറഞ്ഞ വിഷയത്തിന്മേൽ പ്രാർത്ഥിക്കാനായിട്ടാണ് ദൈവം എന്നോട് ആവശ്യപ്പെടുന്നത്. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേ യഥാർത്ഥത്തിൽ ഒരു ഇതുണ്ടാവുന്നത്. വിമർശിക്കരുത്, കറക്റ്റ് ചെയ്യരുത് എന്നുള്ളതല്ല ദൈവത്തിന്റെ വചനത്തിലെ ഉപദേശം. നമ്മളൊരു സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കാലിൽ വലവിരിക്കുന്ന പോലെ ഫ്ലാറ്ററി ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മുഖസ്തുതി പറയുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് ബ്രദറെ ഇതുകൂടാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടൊന്നും അല്ല. നമ്മൾ വീഴുപോകാൻ സാധ്യതയുള്ളവനും കുറവുള്ളവനും ആ സഹോദരനേക്കാളും ബലഹീനതയുള്ളവൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് വചനത്തിൽ പറഞ്ഞേക്കുന്നത്, നിന്റെ കണ്ണിലിരിക്കുന്ന തടിയെടുത്ത് കളഞ്ഞേച്ച് അവന്റെ കണ്ണിലെ കരടെടുക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വേറെ ആളെ കറക്റ്റ് ചെയ്യരുതെന്നല്ല പറയുന്നതിന്റെ അർത്ഥം. നമ്മുടെ കുറവ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവനേക്കാൾ ഹോളിയർ ദാൻ ദൗ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണ്ട. അതേസമയം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആ ബിൽഡിംഗ് അപ്പിന് വേണ്ടി നമ്മളിത് നിരന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉപദേശിമാര് പോലും കറക്റ്റ് ചെയ്യാൻ ചെല്ലുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.
അപ്പം ഉപദേശിമാര് പോലും ഇത് ചെയ്യുന്നില്ല. അപ്പൊ സഹോദരങ്ങളെല്ലാം സ്നേഹത്തോടെ പരസ്പരം ഒന്ന് കറക്റ്റ് ചെയ്യുകയും ആത്മീയമായിട്ട് എൻകറേജ് ചെയ്യുകയും ആത്മീയമായിട്ടൊന്ന് ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അനുഭവമാണെങ്കിൽ ഈ ഉപദേശിമാർക്ക് പണിയില്ലാതെ പോകുമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ വേറെ ഉപദേശിമാര് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നോക്കിയാട്ടെ, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. കാരണം ഒന്ന് ചിരിച്ചു കാണിച്ചിട്ട് ഹലോ ഹലോ പറഞ്ഞു പോകുന്നതല്ല നമുക്ക് തമ്മിലുള്ള ബാധ്യസ്ഥത, അല്ലെങ്കിൽ നമുക്ക് തമ്മിലുള്ള നമുക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള അതിനെന്താ ഒരു കറക്റ്റ് മലയാളം വാക്ക് പറയുന്നത്, അവർക്ക് തമ്മിലുള്ള ബാധ്യത അതിലപ്പുറത്തേക്ക് പോകുന്നത്, ഒരു നമ്മുടെ ജഡപ്രകാരമുള്ള ഒരു സഹോദരനേക്കാളും അപ്പുറത്ത് പോകുന്നതാണ് നമ്മുടെ ബാധ്യത. ആത്മീയമായിട്ട് എൻകറേജ് ചെയ്യാനും പരസ്പരം കറക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഇതുണ്ട്. നോക്കിയാട്ടെ, ഒത്തിരി കാര്യങ്ങളിൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ എന്ന് പറയുന്നുള്ളിൽ പറയാനുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. അതിലേക്കല്ല ഞാൻ പോകുന്നില്ല. പിന്നെ അവിടെ പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രതികാരത്തിന്റെ കാര്യം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് പറയുമ്പോൾ തന്നെ അറ്റ് ദ വെരി ഔട്ട്സെറ്റ് ഐ വാണ്ട് ടു സേ ദാറ്റ് ഐ എം എ വെരി റിവെഞ്ച്ഫുൾ ഫെലോ. ഞാൻ എൻ്റെ അടിസ്ഥാനപരമായിട്ട് വളരെ റിവെഞ്ച് ഉള്ള ഒരു മനുഷ്യനാണ്. എൻ്റെ ജീവിതത്തിലെ പല റിവെഞ്ചുകളും ശമിപ്പിക്കാനായിട്ട് പല നിലകളിൽ പരിശ്രമിച്ച് അങ്ങനെ മുന്നോട്ട് പോയിട്ടുള്ള ഒരു വ്യക്തി. ഇന്നും അത് തന്നെ ചെയ്യുന്നത്. കാരണം ഈ ഓർമ്മ എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ഒരു ആശീർവാദമാണ്. എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു 30 വർഷം 40 വർഷം മുന്നേ ഞങ്ങളുടെ അതിലൂടെ പോയിക്കൊണ്ടിരുന്ന ബസ്സിന്റെ സമയം തൊട്ട് അത് ദൈവവചനം പഠിക്കുന്നതിനും എനിക്കത് വളരെ ഇത് റെഫറൻസ് അടക്കം എനിക്ക് പലപ്പോഴും അത് ഓർമ്മ നിൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞതുപോലെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ തിന്മ എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് മറന്നുപോകും, അല്ല ഓർത്തിരിക്കും. ഞാൻ ക്ഷമിച്ചൊക്കെ ഇങ്ങനെ മര്യാദയ്ക്ക് പോകുന്ന സമയത്താണ് ആരെങ്കിലും എന്നോട് ചോദിക്കും, അല്ല ബ്രദറെ അന്ന് എന്തായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്ന ബ്രദറിന്, ഉടനെ ഞാൻ ഇത് ആദ്യം തൊട്ടേ അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ ഈ വിവരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകിലൊന്നുമല്ല, വളരെ ലൈവായിട്ട് അത് വിവരിച്ച് ഞാൻ അതിനെ ഒരു കഥാപാത്രമായി ഞാൻ തന്നെ തീർന്നു കഴിയുമ്പം ഈ പണ്ടത്തെ അതേ പ്രതികാര മനസ്സ് ക്ഷമിച്ചു കഴിഞ്ഞതാ, വിട്ടുകളഞ്ഞതാ, ഉപേക്ഷിച്ച് കളഞ്ഞതാ. എന്നാൽ ഇത് പിന്നെയും അങ്ങോട്ട് എന്നിൽ ലൈവായിട്ട് വന്നിട്ട് ഈ എന്റെ മനസ്സ് പിന്നെ ആ പഴയ അവൻ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, നേരത്തെ പാസ്റ്റർ പറഞ്ഞ പോലെ അവൻ ആ കാറ് നിർത്താതെ പോയില്ലേ, ഒരിക്കൽ വിട്ടതാ പോട്ടെ, അതിനുശേഷം അവനെ 10 വട്ടം ഇതിലേക്കൂടെ കാറെ കയറ്റി ഞാനും കൊണ്ടുപോയതാ. എന്നാൽ അത് പിന്നെ പറഞ്ഞ് മറ്റുള്ളവരെ ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പം അതിന്റെ സീരിയസ്നെസ് അന്ന് അവൻ എന്നോട് ചെയ്തു എന്ന് പറയാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പിന്നെയും തിരിച്ചത് ലൈവായിട്ട് വന്ന് പിന്നെയും ആ പ്രതികാരത്തിന് ഞാൻ അടിമയായിട്ട് തീരുന്ന ഒരു അനുഭവം പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അന്നാ ഞാൻ മനസ്സിലാക്കിയത് ഈ പല ലൈവ് കേസസും തിരിച്ചെനി എടുക്കരുത്, അതിനെ അതേ രീതിയിൽ പറഞ്ഞെനി വിവരിക്കാനായിട്ട് ശ്രമിക്കരുത്. കാരണം ഒരുപക്ഷെ 40 50 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണെങ്കിൽ പോലും അതിന്റെ പ്രതികാരദാഹം പിന്നെയും എൻ്റെ ഉള്ളിൽ അത് ജനിപ്പിക്കാൻ തക്കവണ്ണം ആ നെറേഷൻ തന്നെ ഒരുപക്ഷെ എന്നെ സഹായിക്കും. അപ്പോഴും നമ്മുടെ മനസ്സിൽ ഇതുകൊണ്ട് ഓയ്യോ ഞാൻ ഈ പറയുന്നതൊക്കെ ശരിയല്ലേ, ഇതിൽ എന്താ തെറ്റുള്ളത്, എല്ലാം ശരിയാ, അതാണല്ലോ എൻ്റെ ഗുണം. ഇത് ശരിയായതെല്ലാം പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മളിൽ പ്രതികാരവും കോപവും ഒരു വ്യക്തിയോടുള്ള വെറുപ്പും ജനിപ്പിക്കുന്ന ഒരു സംഗതി നമ്മൾ ചിന്തിക്കണമെന്നുമില്ല, പറയണമെന്നുമില്ല. എന്നു മാത്രമല്ല മറ്റുള്ളവരെ ആ നിലയിലേക്ക് നയിക്കാനും. ഇപ്പൊ ഞാനൊരു പ്രതികാരത്തിന്റെ ചിന്ത വേറൊരാളോട്, ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയോട് അവൻ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരു പക്ഷെ ആ വ്യക്തിയിലും ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ വേറൊരു വശം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെക്കുറിച്ച് പറയുന്നോ ഈ വ്യക്തിയെ ദൈവം 10 പ്രാവശ്യം രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞ് 50 വർഷത്തിനോടിടയ്ക്ക് അല്ലെങ്കിൽ 40 വർഷത്തിനോടിടയ്ക്ക് ദൈവം ഞാനത് വിചാരിച്ചതിനേക്കാളും അപ്പുറമായിട്ട് അവനെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞു. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മുടെ വ്യക്തിബന്ധങ്ങളിലാണ് ഈ പിശാച് എപ്പോഴും പ്രവർത്തിക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കും പിശാച് പ്രവർത്തിക്കുന്നത് മീതൽ പറിച്ചിട്ടേക്കുന്ന തേങ്ങയുടെ പുറത്തും അല്ലെങ്കിൽ പൊട്ടിച്ചിട്ടേക്കുന്ന പാറയുടെ പുറത്തും ഒക്കെയാണ്. അവിടെങ്ങും അല്ല, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ആ പിശാച് എപ്പോഴും പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. മാത്രമല്ല ഈ വ്യക്തിബന്ധങ്ങളിൽ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ ആരെക്കുറിച്ച് വിമർശനാത്മകമായി ചിന്തിക്കുന്നുവോ അവരെയും ദൈവം രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവർ ഗോഡ് ഈസ് എ ഗ്രേറ്റ് ട്രാൻസ്ഫോമർ ഓഫ് ലൈഫ്സ്. അതാണ് പുതിയ നിയമത്തിന്റെ ഇത്. ക്രിസ്തു രൂപാന്തരപ്പെടുത്തുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലവും പുതുതായി തീർന്നിരിക്കുന്നു. ഇതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ആ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങളെ പരമേൽപ്പിച്ചുമിരിക്കുന്നു എന്ന് പറയാനുള്ള കാരണം.
അതുകൊണ്ട് ക്രിസ്തുവിന് പകരം സ്ഥാനാർത്ഥികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീനെന്ന് ക്രിസ്തുവിന് പകരം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുക ചെയ്യും. നോക്കിയാട്ടെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ വലിയ ട്രാൻസ്ഫോമർ ചെയ്യുന്ന ഒരു കർത്താവിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. നമ്മൾ പണ്ട് കണ്ട വ്യക്തികൾ ആയിരിക്കത്തില്ല ഒരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ അവൻ ഇന്ന്. ഒരുപക്ഷെ നമ്മളെക്കുറിച്ചും മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കത്തില്ല നമ്മൾ. എങ്ങനെ പറയാനായിട്ട് കഴിയും? ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ രക്ഷയിലേക്ക് നടത്താനായിട്ട് ആദ്യം ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തി ഇന്നും ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ ചെന്നെന്നുള്ള മട്ടിന് അദ്ദേഹം 40 വർഷമായി ഞാൻ ഈ അനുഭവത്തിൽ വന്നിട്ട് ദൈവം എന്നെ എന്തുമാത്രം രൂപാന്തരപ്പെടുത്തി. ഈ സുവിശേഷത്തിന് വേണ്ടി ഏതൊക്കെ സ്റ്റേജുകളിൽ എവിടൊക്കെ നിൽക്കാൻ ദൈവം ഇടയാക്കി. ഇതിന്റെ പേരിൽ എത്ര നിന്ദ അനുഭവിക്കാനും എതിർപ്പുകൾ അനുഭവിക്കാനും ദൈവം ഇടയാക്കി. അത് ഇന്നും അദ്ദേഹം എന്നെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടൊരു ചിന്ത ആയിരിക്കും എന്ന് എന്നെക്കുറിച്ച് തോന്നുക. ഒരുപക്ഷെ അങ്ങനെ അല്ലായിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, നമ്മളെയൊക്കെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ആശ്രയിക്കുക. നമ്മുടെ ബന്ധങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ബന്ധങ്ങളിൽ പിശാച് പ്രവർത്തിച്ച് ഈ രണ്ട് സൈഡിലും വക്കാലത്തെടുക്കുന്ന ഒരാളാ പിശാച് എന്ന് നമ്മൾ ഓർക്കണം. എന്റെ മനസ്സിലൊരു ചിന്ത ഇപ്പൊ കൊണ്ട് ഇട്ടേച്ച് അപ്പൊ അവൻ വണ്ടി വിടും. ഞാൻ ആരെക്കുറിച്ച് തെറ്റായിട്ട് ചിന്തിക്കാൻ സാധ്യതയുണ്ടോ അവനോട് പോയി വക്കാലത്തെടുക്കും. എന്നിട്ട് ആ വ്യക്തിബന്ധങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അവൻ കൊണ്ടുവന്ന് ഇടുന്ന ഒരു വ്യക്തിയെക്കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ചിന്ത ഞാൻ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് റിയാലിറ്റി അല്ല, അത് ഞാൻ സ്വീകരിക്കത്തില്ല. അതിനിപ്പോ അത് റിയാലിറ്റി ആണെങ്കിലും എൻ്റെ ദൈവം അങ്ങനെ ഒരു തിന്മ ഭവിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവൻ എന്നെ നമുക്കറിയാം, അവൻ എന്നെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും തെറ്റായി ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ചിലരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ ആദ്യം പറയുന്ന സംഗതി എന്താ? നിങ്ങളുടെ തൊട്ട അയൽവക്കത്തുള്ള ഒരാൾ നിങ്ങൾക്കെതിരെ ഇതുപോലൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ വിശ്വാസികളുടെ ഇടയിലും പലപ്പോഴും നിങ്ങൾക്കെതിരെ ഇന്നാള് ഇന്നതുപോലെ ചെയ്യുന്നുണ്ട് എന്ന് നമ്മളോട് ആരെങ്കിലും വന്ന് പറയുകയോ അല്ലെങ്കിൽ ഒരാളിന്റെ മുഖഭാവം കൊണ്ട് തോന്നിക്കുകയോ ചെയ്യുക. എനിക്ക് പണ്ടൊരു റൂംമേറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം രാവിലെ എഴുന്നേക്കും. ഞാനാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വല്ല വചനഭാഗവും വായിച്ച് അതിലിങ്ങനെ ആഴമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾ അനുസരിച്ച് രാവിലെ എഴുന്നേക്കെന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് പറയണമെന്ന്. ഒരേ റൂമിൽ കിടക്കുന്നവനോട് എന്നാ ഗുഡ് മോർണിംഗ് പറയണമെന്ന് വെച്ചാൽ ഞാനതൊന്നും പറയാൻ പോകത്തില്ല. ഇങ്ങനെയുള്ള ഫോർമാലിറ്റി കുറച്ച് കുറഞ്ഞാണ് ഞാൻ. അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നത് ഇവൻ എന്നോട് എന്തോ കുഴപ്പമുണ്ട്. ഇത്തിരി നേരം കഴിയുമ്പോൾ അദ്ദേഹവും മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് നടക്കാൻ തുടങ്ങും. ഞാൻ ചോദിക്കാം, എന്നാ പറ്റി? അല്ല, നീ എന്നോട് രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. എൻ്റെ സഹോദര, ഞാൻ രാവിലെ ഇരുന്ന് നിങ്ങൾ വായിക്കുമായിരുന്നു, അതും ആലോചിച്ചുകൊണ്ടിരുന്നതാ, അതുകൊണ്ടാ. അപ്പം ചില പ്രകടനങ്ങൾ കൊണ്ട് തന്നെ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും വാക്കുകൊണ്ട് വേറൊരു വ്യക്തി നമ്മളെക്കുറിച്ച് തെറ്റായി ചിന്തിക്കുന്നു. അവൻ എനിക്കെതിരെ തെറ്റായിട്ട് ഇടപെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള മുൻകരുതൽ നേരത്തെ എടുക്കണം എന്നുള്ളൊരു നിലയിൽ ഡിഫെൻസീവായിട്ട് നമ്മളെ മാറ്റുക, ചിലപ്പോൾ ഒഫൻസീവായിട്ട് മാറ്റും. ഇതൊക്കെ വെറും പിശാച് നമ്മുടെ ബലഹീനത മുതലാക്കി മറ്റുള്ളവരൊക്കെ നമുക്ക് എതിരാണെന്നും മറ്റുള്ളവരൊക്കെ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു ചിന്ത നമ്മളിൽ കൊണ്ടുവന്നിട്ടിട്ട് നമ്മളെ വേറൊരു മാനസിക തലത്തിലേക്ക് മാറ്റുന്നതാണ് എന്ന് അറിയാനായിട്ട് നമുക്ക് കുറച്ച് നാളെടുക്കും. അങ്ങനെ ഒരു ശത്രു നമുക്കില്ല. പിശാച് എന്ന് പറയുന്ന ഒരു ശത്രു അല്ലാതെ മനുഷ്യരായിട്ടുള്ള വ്യക്തികളെ ഒന്നും ശത്രുവായിട്ട് കാണുന്നത് ദൈവത്തിന്റെ വചനത്തിന്റെ സ്റ്റാൻഡേർഡിന് യോഗ്യമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ വചനത്തിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്കറിയാമല്ലോ, സങ്കീർത്തനത്തിലെ വാക്യം എടുത്ത് തൊട്ട പായൽ അടുത്തിരിക്കുന്ന ആളിനെതിരെ വായിക്കുന്ന സംഭവങ്ങൾ വരെ എത്രയോ അധികമായിട്ട് നമ്മുടെ കൂട്ടായ്മകളിൽ നടക്കുന്നത്. കാരണം അവന്റെ ശത്രു അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളാണ്. എന്ത് ചെയ്യാനാ? ആത്മീയമായിട്ട് അന്ധത പ്രാപിച്ച് കഴിഞ്ഞാൽ ഇതുമല്ല, ഇതിനപ്പുറവും ചെയ്യും എന്നുള്ളതാ സത്യം. ഒരുപക്ഷെ നിന്നെ ഇഷ്ടമല്ലായിരിക്കും, അടുത്തടുത്തിരിക്കുന്നവർക്ക് ഒരാൾക്ക് ഇച്ചിരി നന്മയുണ്ടാകുമ്പോൾ വേറൊരാൾക്ക് ഇഷ്ടമല്ലായിരിക്കും. ആയിക്കോട്ടെ, അവന്റെ ആ ഇഷ്ടമല്ലായ്മ മാറ്റാൻ തക്കവണ്ണം ഒരു അവസരം തരണമേ എന്നും അതിന് തക്കവണ്ണം നമ്മുടെ നന്മയുടെ എന്തെങ്കിലും അവന് ഭാഗവാക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനോ ഏതെങ്കിലും നിലയിൽ അത് ഇടയാക്കി തീർക്കട്ടെ. പലപ്പോഴും നമ്മുടെ നന്മകൾ ഇങ്ങനെ ഉയർത്തി കാണിച്ച് മറ്റുള്ളവരുടെ കണ്ണ് മഞ്ഞളിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ ഞാൻ കൊറോണ അനുഭവത്തിലൂടെ കടന്നു പോവുക. നമ്മുടെ വീടിന്റെ ഇതിലൊക്കെയുള്ള ആൾക്കാർ ഇതിലേക്കൊക്കെ നേരത്തെ കടന്നുപോയി. ആ സമയത്ത് അവരുടെ വീട് ലോക്കായിരിക്കുന്ന സമയത്ത് മാർക്കറ്റിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങി മരുന്ന് വാങ്ങി ഒക്കെ കൊടുക്കാനായിട്ട് ദൈവം എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. എനിക്കിവിടെ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് എല്ലാ വാതിലുകളും കൊട്ടി അടച്ചേക്കുക. കാരണം അവർ പേടിച്ചിട്ടായിരിക്കും. അവരെ ഞാൻ കുറ്റം പറയുകയല്ല ചെയ്യുന്നത്. എന്നാൽ അവരോട് ഭാരപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർക്ക് അങ്ങനെ പേടിച്ചതുകൊണ്ടായിരിക്കും.
ഞാൻ അങ്ങനെ ചെയ്തല്ലോ, അവരെന്നോട് തിരിച്ച് ഇങ്ങനെ ചെയ്തില്ലല്ലോ എന്ന് ഞാൻ ഭാരപ്പെടേണ്ട എന്താ ആവശ്യമാണ് എനിക്കുള്ളത്? നോക്കിയാട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ദിവസങ്ങളിൽ പിശാച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള പ്രതികാര ചിന്തകൾ, അവര് നമ്മളെക്കുറിച്ച് പ്രതികാരം ചിന്തിക്കുന്നു എന്ന് വിചാരിച്ച് നമ്മളെ കൊണ്ട് പ്രതികാര മനോഭാവമുള്ളവരാക്കി മാറ്റുന്ന ഈ തന്ത്രങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് വചനത്തിൽ ഇവിടെ പറഞ്ഞേക്കുകയാണ്, അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ, നിങ്ങൾ ശപിക്കാതെ അനുഗ്രഹിക്കണം. ശാപിക്കുക എന്നുള്ള ദൈവമക്കളുടെ മുഖമുദ്രയല്ല. ഏതെങ്കിലും ദൈവവേദന ശപിക്കുന്നുണ്ടെങ്കിൽ ആ ശാപം അവന് തന്നെ ഇടയായിട്ട് തീരുമെന്നുള്ളതാണ് വചനത്തിൽ നിന്ന് പറയാനുള്ളത്. നമ്മളെ ശപിക്കുന്നവരായിട്ട് ദൈവം വിളിച്ചിട്ടില്ല, അനുഗ്രഹിക്കുന്നവരായിരിക്കാണ് ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് പോയാൽ ഒത്തിരി നീണ്ടുപോകും, എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഇത് കൂടുതൽ ഈ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ, വ്യക്തിബന്ധങ്ങൾ അതെങ്ങനെ നേടിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ദിവസങ്ങളിൽ ഈ മേൽ പറയപ്പെട്ട എല്ലാ വിഷയങ്ങളിലും സഭയുടെ ഉള്ളിലുള്ള സഹവിശ്വാസികളോടുള്ള ബന്ധത്തിൽ, പുറമേ ഉള്ളവരോടുള്ള ബന്ധത്തിൽ, അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇനി ഏതെങ്കിലും ഒരു കേസിൽ ആരെങ്കിലും പ്രതികൂലമായിട്ട് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോക്കേണ്ട കാര്യം കർത്താവിന്, നമുക്കല്ല. അത് കർത്താവ് നോക്കിക്കോളൂ, ദൈവം അതിൽ ഇടപെട്ടോളൂ. ആ ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ പൂർണ്ണമായിട്ട് കാര്യങ്ങളെ ഏൽപ്പിച്ച് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.